ബംഗാൾ ഉൾക്കടലിലെ ആ ഒരു തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലില് ആ ന്യൂനമർദ്ദം ഇന്ന് ആ ഒരു പ്രത്യേക ഒരു കാലാവസ്ഥാ വ്യൂഹം രൂപപ്പെട്ടിട്ടുണ്ട്. അത് ശക്തി പ്രാപിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തൊരു 2-3 ദിവസത്തേക്ക് ഇന്നലെ സായാഹ്നത്തിൽ പെയ്ത പോലുള്ള മഴ പ്രതീക്ഷിക്കണം. അപ്പൊ അതൊരു വലിയൊരു പ്രശ്നമല്ല. ഇന്നലെ നമ്മൾ ഒബ്സർവ് ചെയ്തെന്ന് പറയുന്നത് ഇടിമിന്നൽ ഉണ്ടാകുന്നുണ്ട് ഇതിന്റെ കൂടെ. അപ്പൊ അതാണ് നമ്മൾ ഈ അവസരത്തിൽ ശ്രദ്ധിക്കേണ്ടത്. മഴ താൽക്കാലികമായിട്ടുള്ള ചൂടിന് ഒരു ആശ്വാസം തരും. അത് മാത്രമല്ല അന്തരീക്ഷത്തിലെ മാലിന്യവും ഈ മഴ മൂലം കുറയും. പക്ഷേ ഈ ഇടിമിന്നൽ എല്ലാവരും സൂക്ഷിക്കണം. കാരണം അത് ഇച്ചിരി ആഘാതം വരുത്തി വെക്കുന്നതാണ്. കാരണം തുടർച്ചയായിട്ട് മാലിന്യം അന്തരീക്ഷത്തിലേക്ക് പരക്കുകയാണ്. ചാർജുള്ള കണങ്ങൾ അന്തരീക്ഷത്തിലുണ്ടാകും. അങ്ങനെയെങ്കിൽ ഇതിനുള്ള ആഘാതം കൂടുതലായിട്ടും മിന്നല് ഏൽക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സായാഹ്നങ്ങളിൽ വളരെയധികം സൂക്ഷിക്കണം. പ്രത്യേകിച്ച് മലയോര മേഖലകളിലുള്ളവർ ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ 2 മണി 3 മണി കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു ആവശ്യം ഈ സമയത്ത് ഉയർന്നു വരുന്നുണ്ട്. നമ്മളൊരു വേനൽ മഴയിലേക്ക് കടക്കുന്ന ഒരു സമയമാണ്. അടുത്ത ഒരു 1-1.5 ആഴ്ചക്കുള്ളിൽ തന്നെ വേനൽ മഴയുടെ ചെറിയ ലാഞ്ചന കേരളത്തിലെമ്പാടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഇടയ്ക്കിടെ പലയിടങ്ങളിലും മഴ പെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുവഴി ചൂടിന് അല്പം ശമനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് അടുത്ത ദിവസങ്ങളിൽ ഉഷ്ണം വളരെയധികം കൂടും. അപ്പോൾ നമ്മളിപ്പോ അനുഭവിച്ചു വരുന്ന താപം, അതായത് ഇപ്പോൾ കേരളത്തിലെ നഗരങ്ങളിൽ അനുഭവിച്ച അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിൽ അനുഭവിച്ചു വരുന്ന താപത്തിന്റെ ഏകദേശം 5-6 ഡിഗ്രി അധികമായിരിക്കും ഈ വേനൽക്കാലത്ത് നമ്മൾ അനുഭവിക്കാനായിട്ട് പോകുന്നത്. അപ്പോ അതിനുള്ള മുൻകരുതലുകൾ നമ്മൾ തീർച്ചയായിട്ടും എടുക്കണം. കഴിഞ്ഞ വർഷത്തേത് പോലെയുള്ള ഒരു അവസ്ഥയല്ല ഇപ്പോഴുള്ളത്. പസഫിക്കിലെ കണ്ടീഷൻസ് ന്യൂട്രലായിട്ട് തുടരുകയാണ്. അപ്പൊ അതെങ്ങനെ പരിണമിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും കേരളത്തിലെ ഈ താപനിലയിലെ മാറ്റങ്ങൾ വരുന്നത്. തൽക്കാലം നമുക്കൊരു ആശ്വാസമുള്ളത് അറബിക്കടലിന്റെ താപനില വളരെയധികം ഒന്നും വർദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കടലിന്റെ താപനില വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ വളരെ സമയമെടുക്കും. ജലത്തിന്റെ രീതി എങ്ങനെയാണ്, ജലത്തിലെ താപനില കൂടണമെന്നുണ്ടെങ്കിൽ വളരെയധികം സമയമെടുക്കുകയും അതങ്ങനെ തുടരുകയും ചെയ്യും കുറെ കാലം. അപ്പൊ അത്തരത്തിലുള്ള ഒരു അനുഭവം ഇതുവരെ അറബിക്കടലിലോ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗങ്ങളിലോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്ത്യയുടെയും ആഫ്രിക്കയുടെയും ഇടയിലുള്ള അറബിക്കടലിന്റെ തീരത്തും ഇന്ത്യ മഹാസമുദ്രത്തിന്റെ ഭാഗത്തും ഒന്നും അത്ര വലിയൊരു താപനില വർധനവ് കാണുന്നില്ല. ഏകദേശം 30-31 ഡിഗ്രി വരെയാണ് ഇന്ത്യ മഹാസമുദ്രത്തിന്റെ കേന്ദ്രത്തില്, അതായത് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ആഫ്രിക്കയ്ക്കും ഇടയിലായിട്ടുള്ള അതിനല്പം താഴെയായിട്ട് ഇക്വേറ്ററിന് താഴെയായിട്ട് ഭൂമധ്യരേഖയ്ക്ക് താഴെയായിട്ടുള്ള അതിന്റെ താപനില എന്ന് പറയുന്നത് 31 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ അത് പെട്ടെന്ന് വർദ്ധിക്കാനായിട്ട് പോകുന്നില്ല. അത് നമുക്കൊരു ആശ്വാസമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് 2024 ആ അതികഠിനമായ താപത്തെക്കാൾ 1-2 ഡിഗ്രി കുറവായിരിക്കും ഈ വർഷം കേരളത്തിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. ഒപ്പം തന്നെ പസഫിക്കിലെ ആ ഒരു കണ്ടീഷനും ഉണ്ട്, ലാനിന കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ കണ്ടീഷൻ തുടരുന്നുണ്ട്. അപ്പൊ ഒരു നോർമൽ കണ്ടീഷനിൽ ഒരു വേനൽ മഴ നമുക്ക് ഈ വർഷം പ്രതീക്ഷിക്കണം. അതുപോലെ തന്നെ അത്രയധികം തീവ്രതയില്ലാത്ത ഒരു വേനൽക്കാലവും നമുക്ക് ഈ വർഷം പ്രതീക്ഷിക്കണം. നമ്മളെ അലട്ടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ മാലിന്യമാണ്. അന്തരീക്ഷത്തിൽ കലർന്നിരിക്കുന്ന കഴിഞ്ഞ വർഷങ്ങളിലേക്കാൾ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ മാലിന്യം നിറഞ്ഞ ഒരു കാലഘട്ടമാണ് കേരളത്തിൽ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ ഈ മഴയെ ബാധിക്കും എന്നുള്ളതാണ് നമുക്ക് കണക്കൂട്ടേണ്ടത്. അതായത് മാലിന്യം എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുകയല്ല, അത് പല ഇടങ്ങളിലേക്കും പടരുന്നുണ്ട്. അതായത് പ്രത്യേകിച്ച് മലയോര മേഖലയിലേക്ക് പടരുന്നുണ്ട്. ഈ ഉയർന്ന മേഖലകളിലേക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നഗരങ്ങളിലെയും ഉയർന്ന മേഖലകളിലേക്ക് ഈ ധൂളിയും അന്തരീക്ഷ മാലിന്യവും പടർന്നു കഴിഞ്ഞാൽ മേഘങ്ങൾ രൂപം കൊണ്ട് അത് കട്ടിയായി വളരെ വലിയൊരു വ്യൂഹമായിട്ട് രൂപം മാറ്റാനുള്ള ഒരു സാധ്യത കണ്ടുവരുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ നഗരങ്ങളിൽ അതിശക്തമായ മഴ കുറച്ചു നേരം കൊണ്ട് പെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ മലയോര മേഖലകളിൽ വളരെ കുറച്ച് സമയം കൊണ്ട് വളരെ വലിയൊരു മഴ കുത്തിപ്പെയ്യുകയും അങ്ങനെ ഉരുൾപൊട്ടലുകൾക്കൊക്കെ ഒരു ചാൻസായി മാറുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു അവസ്ഥ ഈ മാലിന്യം കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഈ വർഷവും പ്രതീക്ഷിക്കണം. അടുത്ത ഈ ഒരു മൺസൂൺ അടുക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ മൺസൂൺ തുടങ്ങിയ ആ മേഖലകളിൽ ആ കാലഘട്ടങ്ങളിൽ നമ്മൾ ഉണ്ടാകും എന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കണം.
ഈ ഇത്തരത്തിലുള്ള ഒരു പ്രതിഭാസങ്ങൾക്ക് ഹേതുവാകുന്നത് അന്തരീക്ഷ ധൂളിയും അതോടൊപ്പം തന്നെ മാലിന്യങ്ങളുമാണ്. ആ മാലിന്യങ്ങൾ തന്നെയാണ് നമ്മുടെ താപനില കൂട്ടാൻ പോകുന്നതും അനുഭവിക്കുന്ന താപത്തിൽ വർധനമുണ്ടാക്കാൻ പോകുന്നതും. ജലബാഷ്പം നമ്മുടെ കടലിൽ നിന്നും മറ്റു ജലഭാഗങ്ങളിൽ നിന്നൊക്കെ ഇവാപ്പറേഷൻ കൊണ്ടുണ്ടാകുന്ന ജലബാഷ്പം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുകയും അത് ഈ മാലിന്യമായിട്ട് കൂടിച്ചേരുകയും അത് പിന്നീട് വലിയ മേഘഭാഗങ്ങളായി മാറുകയും അങ്ങനെ വലിയ മഴ പെയ്യുകയും ചെയ്യുന്നത്. അതാണ് ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. നമ്മളതിന്റെ റൂട്ട് കോസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതാണെന്ന് കാണാം. പിന്നെ അത് മാത്രമല്ല, മറ്റു പല നിർമ്മാണ പ്രവർത്തനങ്ങളും കേരളത്തിലെമ്പാടും നടക്കുന്ന റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ, അത് മാത്രമല്ല മെട്രോ നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ ക്വാറി ഖനനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കേരളത്തിന്റെ അന്തരീക്ഷത്തെ ബാധിച്ചിട്ടുണ്ട്. ഇത് നേരിട്ട് നമ്മൾ അനുഭവിക്കുന്ന താപത്തെയും തുടർന്നുണ്ടാകുന്ന മഴയെയും പിന്നീട് ഉണ്ടാകുന്ന മൺസൂണിന്റെ ആ ഒരു അളവിനെയും ഒക്കെ ബാധിക്കും. അത് മാത്രവുമല്ല, ഏതൊക്കെ ഇടങ്ങളിൽ നിശ്ചിതമായിട്ട് വളരെ കൂടിയ അളവിലുള്ള മഴ കുറഞ്ഞ സമയം കൊണ്ട് പെയ്യും എന്നുള്ളതും ഈ കാരണങ്ങൾ കൊണ്ട് നമുക്ക് വ്യക്തമാക്കാനായിട്ട് സാധിക്കും. ഒരു വളരെ സങ്കീർണമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് കേരളം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ രീതിയിലുള്ള വളരെ പ്രക്ഷുബ്ധമായ ഒരു അന്തരീക്ഷ സ്ഥിതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ വർഷം ഇതുപോലെയുള്ള ഒരു മാലിന്യം ശേഖരം അന്തരീക്ഷത്തിൽ ഇതുവരെ നമ്മൾ അനുഭവിച്ചിട്ടില്ല. നമ്മുടെ കാലാവസ്ഥാ പ്രവചനങ്ങളെല്ലാം തന്നെ പലതരം മോഡലുകളെ ആശ്രയിച്ചാണുള്ളത്. പക്ഷേ ഈ അന്തരീക്ഷം മാലിന്യം കലരുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഘടകം അതിനകത്ത് എങ്ങുമില്ല. അതായത് എത്രത്തോളം അന്തരീക്ഷ മാലിന്യം അന്തരീക്ഷത്തിൽ കടന്നു കഴിഞ്ഞാൽ അത് മഴയെ എങ്ങനെ ബാധിക്കും എന്നുള്ളൊരു കണക്കുകൂട്ടുകയില്ല. അതുകൊണ്ടാണ് പ്രവചനാതീതമായി മാറുന്നത് പലയിടങ്ങളിലും. ഇപ്പോ നമ്മുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ അറ്റ്മോസ്ഫിയറിക് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെ തന്നെയാണ് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ വളരെ ശക്തമായ മഴ പെയ്യുന്നത് കളമശ്ശേരിയിൽ. അപ്പൊ അതൊരു സൂചകമാണ്. കാരണം അവർക്കത് പ്രവചിക്കാൻ പറ്റില്ല. കാരണം എത്രത്തോളം ഈ മാലിന്യം കടലിൽ കലരുന്നു എന്നുള്ളത് അവര് മനസ്സിലാക്കുന്നില്ല. അതേപോലെ തന്നെ ഈ റഡാർ സ്റ്റേഷനുകളും മറ്റുമൊക്കെ പള്ളുരുത്തിയിലും മറ്റുമൊക്കെ ഉള്ള റഡാർ സ്റ്റേഷനുകളിൽ മേഘം എത്ര വരുന്നു, അത് എത്രത്തോളം സാധ്യതയുണ്ട് മഴ പെയ്യാൻ, താപം എത്ര, മർദ്ദം എത്ര എന്നൊക്കെയുള്ള വിവരങ്ങളാണ് നൽകുന്നത്. പക്ഷെ നമ്മുടെ മോഡൽ തന്നെ അപര്യാപ്തമാണ്. അതുകൊണ്ടാണ് നമുക്ക് ചൂരൽമലയിലും കളമശ്ശേരിയിലും ഊട്ടിക്കലും പുത്തുമലയിലും ഒക്കെ ഉരുൾപൊട്ടലുണ്ടാകുന്ന ആ വലിയ മഴകൾക്ക് മുമ്പ് തന്നെ നമുക്ക് പ്രവചനം നടത്താൻ കഴിയാതെ പോയത്. അത് ഇതിന്റെ ഒരു അപര്യാപ്തതയാണ്. അത് IMD കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. നമുക്കിപ്പോ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സർക്കാരിന്റെ തന്നെ ഏജൻസി ഉണ്ട്, IMD എന്ന് പറയുന്ന മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവരിത്തരം ഘടകങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു പ്രാക്ടിക്കലായിട്ടുള്ള പ്രവചനങ്ങളാണ് നടത്തേണ്ടത്. അത് പ്രത്യേകിച്ച് ഈ വർഷം വളരെ വൾണറബിൾ ആയിട്ടുള്ള വർഷമാണ്. പ്രത്യേകിച്ച് മാലിന്യം അന്തരീക്ഷത്തിൽ കൂടുതലായിട്ട് വന്ന സാഹചര്യത്തിൽ ആരും ഇതേക്കുറിച്ച് വലിയൊരു അവര് ബോധവാന്മാരല്ല എന്നോ അല്ലെന്നുണ്ടെങ്കിൽ അത് കണ്ടില്ലെന്ന് നടിക്കുകയൊക്കെയാണ് ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്നുള്ളത് വ്യക്തമല്ല. ഇന്ത്യ പോലുള്ള ഒരു വലിയൊരു രാജ്യത്ത് ഇത്രയും ഉപഗ്രഹങ്ങളും ശേഷിയും ഒക്കെ ഉള്ള സ്ഥിതിക്ക് നമുക്ക് അതേ കൂടി മനസ്സിലാക്കേണ്ടതല്ലേ? പ്രത്യേകിച്ച് കേരളം പോലുള്ള സ്ഥലത്ത് വളരെ ചെറിയൊരിടമാണ് കേരളം. 550 കിലോമീറ്റർ തീരദേശമുള്ള മാക്സിമം 100 കിലോമീറ്റർ മാത്രം പശ്ചിമഘട്ടത്തിൽ നിന്നും ഇങ്ങോട്ടേക്ക് കടലിലേക്കുള്ള നിലമുള്ള ഒരു ഇടമാണ്, കരയുള്ള ഒരു ഇടമാണ് കേരളം. അവിടുത്തെ കാര്യങ്ങൾ പോലും നമുക്ക് കൃത്യമായിട്ടുള്ള പ്രവചിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഡിസ്ട്രിക്ട് വൈഡ് ഫോർകാസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ കോഴിക്കോടിന്റെയോ അല്ലെങ്കിൽ കോട്ടയത്തിന്റെയോ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവിടെ മലയോര പ്രദേശങ്ങളുണ്ട്, നിരപ്പായ പ്രദേശങ്ങളുണ്ട്, നദികൾക്ക് അടുപ്പിച്ചുള്ള പ്രദേശങ്ങളുണ്ട്. അവിടേക്കെല്ലാം ഒരേ രീതിയിലുള്ള ഒരു പ്രവചനം നടത്തി കഴിഞ്ഞാൽ ആർക്കും ഒരു പ്രയോജനമില്ലാതാണ്. ഇപ്പൊ ജില്ലാ തലത്തില് ഈ കാലാവസ്ഥയ്ക്ക് എങ്ങനെ ജില്ലയെന്നോ താലൂക്കെന്നോ ഗ്രാമമെന്നോ നഗരമെന്നോ ഒന്നുമില്ല. കാലാവസ്ഥ അന്തരീക്ഷം എന്ന് പറയുന്നത് ഒറ്റ സിസ്റ്റം അല്ലേ, കണക്റ്റഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. അപ്പൊ അതിന് ജില്ലാ തലത്തിലുള്ള ഫോർകാസ്റ്റ് എത്രത്തോളം സാങ്കത്യമുള്ളതാണെന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ ആ രീതിയിലുള്ള ഫോർകാസ്റ്റുകൾ അവര് വിപുലീകരിക്കണം. അത് മാത്രമല്ല, അതിനുവേണ്ടിയുള്ള മോഡലുകൾ വിപുലീകരിക്കണം. പല രോഗജാലങ്ങളുടെ ഏജൻസികളും പരിശോധിച്ചു കഴിഞ്ഞാൽ, അവരുടെ ഈ ഫോർകാസ്റ്റുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള പ്രവചനങ്ങൾ നടത്തുന്ന കാണാം. അപ്പൊ ഇവിടെ അവർ പറയുന്നത് മൂവ്മെന്റ് രേഖയ്ക്ക് അടുത്ത് കിടക്കുന്നതുകൊണ്ടാണ് ഈ രീതിയിലുള്ള പ്രവചനങ്ങൾ നടത്താൻ കഴിയാത്തത് എന്നുള്ളതാണ്. പക്ഷേ ഈ ശാസ്ത്രം ഇത്രത്തോളം അഡ്വാൻസ് ആയ സ്ഥിതിക്ക് നമുക്ക് സൂപ്പർ കമ്പ്യൂട്ടറുകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉപഗ്രഹങ്ങളും
എല്ലാ സംവിധാനങ്ങളും ഉള്ള സ്ഥിതിക്ക് നമുക്കൊരു നിശ്ചിത ഇടത്തെ അന്തരീക്ഷ സ്ഥിതി കൃത്യമായിട്ട് പ്രവചിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അത് ആ ഒരു പ്രയത്നത്തിന്റെ കുറവിനെയാണ് കാണിക്കുന്നത്. അതിനുള്ള നടപടികൾ അവർ സ്വീകരിക്കണം. കൃത്യമായ അന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും, അതിനെന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്നുള്ള സൂചനകൾ നൽകുന്ന തലത്തിലേക്ക് നമ്മുടെ ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് വളരണം. അതിനിയും സമയമെടുക്കും. അതിനുവേണ്ടിയുള്ള കഠിന പ്രയത്നം അവരുടെ ഭാഗത്തു നിന്ന് വേണ്ടി വരും. അത് പ്രത്യേകിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റും മറ്റ് ഏജൻസികളും സെൻട്രൽ ഗവൺമെന്റും എല്ലാം അതിലേക്കൊരു ശ്രദ്ധ പതിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ഈ വലിയ രാജ്യത്തെന്ന് പറയുന്നത് എല്ലാ തരം കാലാവസ്ഥകളും അന്തരീക്ഷ സ്ഥിതിയും നിലനിൽക്കുന്ന ഒരു ഇടമാണ്. അതിശൈത്യവും അതികഠിനമായ ചൂടും വളരെ ശക്തിയുള്ള മഴയും ഒക്കെ വരൾച്ചയും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ആ രീതിയിലുള്ള മോഡലുകൾ ഒരു ഇപ്പൊ ഇന്ത്യയെ മൊത്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ട് ഇന്ത്യയിൽ ഈ വർഷം ഇത്ര മഴ നോർമലിന് ഒരു 5% കുറവ് അല്ലെങ്കിൽ 5% കൂടുതലുള്ള മഴയായിരിക്കും എന്ന് പറയുന്നത് അതിന് വലിയ അർത്ഥമൊന്നും. നമുക്ക് പ്രദേശം തിരിച്ചിട്ടുള്ള കൃത്യമായ പ്രവചനങ്ങളാണ് വേണ്ടത്. ഒരു ജനറലൈസ് ചെയ്തിട്ടുള്ള പ്രവചനങ്ങൾക്ക് വലിയ സാങ്കത്യമില്ല. നമുക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത്? ഇപ്പൊ ഈ IMDയുടെ ഫോർകാസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ജില്ല തിരിച്ച് പ്രവചനം നടത്തിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് എന്ത് ഗുണമാണ് ഒരു ഗ്രാമപ്രദേശത്തെയോ അല്ലെ മലമ്പ്രദേശത്തെയോ അല്ലെങ്കിൽ നഗരത്തിലെയോ ആളിനെ എങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും എപ്പോൾ മഴ പെയ്യും, അതിനുവേണ്ടി എന്ത് മുൻകരുതലുകൾ എടുക്കണം എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി അവരെന്താണ് ചെയ്യേണ്ടത്? അവര് വിദേശ രാജ്യങ്ങളിലെ ആ ഒരു ഏജൻസികളുടെ റിപ്പോർട്ടിനെ ആശ്രയിക്കണം. പക്ഷെ എന്തെങ്കിലും അവിടെയും നമ്മുടെ ഇടത്തിന് വലിയൊരു ശ്രദ്ധ കൊടുക്കുന്നില്ലല്ലോ. അവരാകെ കൂടി ഒരു ജനറലൈസ്ഡുള്ള ഒരു ഫോർകാസ്റ്റാണ് നടത്തുന്നത്. പക്ഷെ അവിടെ ലോക്കലായിട്ട് ഫോർകാസ്റ്റുകൾ നടത്തുന്നുണ്ട്. അത്തരത്തിലുള്ള ഫോർകാസ്റ്റുകൾ നമുക്ക് വേണം ഇവിടെ. അത് മാത്രമല്ല, ഈ റഡാർ സ്റ്റേഷനുകൾ, പലതരം റഡാർ സ്റ്റേഷനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ സ്ഥാപിക്കുമെന്ന് പറയുന്നുണ്ട്. ഒരു ദുർഘടമുണ്ടാകുമ്പോൾ അത് നമ്മുടെ റേഞ്ചിലല്ല എന്ന് പറഞ്ഞ് മാറുന്ന ഒരു പ്രവൃത്തിയാണ് പൊതുവെ കണ്ടുവരുന്നത്. വയനാട് ഉണ്ടായപ്പോൾ പറഞ്ഞു അവിടം വരെ നമ്മുടെ റേഞ്ച് ഇല്ല എന്ന് പറഞ്ഞു. ഊട്ടിയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ പറഞ്ഞു അവിടെ നമുക്ക് റേഞ്ച് ഒന്നും ഇല്ല. അത്രത്തോളം റേഞ്ച് ഇല്ലാത്തതാണ് ഈ പള്ളുരുത്തിയിലെ റഡാർ എന്നാണ് പറയുന്നത്. കൃത്യമായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു മാനുവൽ പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആ മേഖലകളിലൊക്കെ അവർക്ക് റേഞ്ച് ഉണ്ടെന്ന് തന്നെയാണ് എന്റെ ഒരു നിരീക്ഷണത്തിൽ കാണുന്നത്. അപ്പൊ എന്തുകൊണ്ട് നമ്മളിതൊന്നും ഫലപ്രാപ്തിയിൽ എത്തുന്നില്ല? ആ നിരീക്ഷണങ്ങളൊന്നും ഫലപ്രാപ്തിയിൽ എത്തിക്കുന്നില്ല. അതൊരു ദുര്യോഗം തന്നെയാണ്. അത് മാറേണ്ട സമയം കഴിഞ്ഞു. അതാണ് ഈ വർഷത്തിൽ എനിക്ക് പറയാനുള്ളത്. കാരണം ഇതൊക്കെ ഒരു ചെറിയൊരു കാലാവസ്ഥാ മാറ്റം മാത്രമാണ്. ഈ ഒരു മഴയും ഈ ചെറിയൊരു അന്തരീക്ഷ സ്ഥിതി മാറ്റം മാത്രമാണ്. നമ്മൾ വലുതായിട്ടൊന്നും അതൊരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.